സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് എത്ര കാരുണ്യമാണ്, ഉമ്മത്തുകളായ ഉമ്മത്തുകളോട് എത്ര വലിയ കാരുണ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, തങ്ങളുള്ള സമൂഹത്തിൽ ഒരിക്കലും അദാബ് ഇറങ്ങൂല. അവിടുത്തെ മദ്ഹ് പറയുന്ന, അവിടുത്തെ മൗലിദ് ഓതുന്ന, അവിടുത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന, അവിടുത്തെ മദ്ഹാലാപനങ്ങൾ നടത്തുന്ന, അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന, അവിടുത്തെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങൂല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്തതാണ്. ഇത് നമ്മോടുള്ള കടപ്പാടാണ്, നമുക്ക് അല്ലാഹു തന്ന വലിയ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. ആ സമൂഹങ്ങൾ വല്ല തിന്മയിലേക്കും കുതറി വീണാൽ, അവരനാവശ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ ആ സമൂഹത്തെ മുഴുവനും ഏതെങ്കിലും വിധേന നശിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തിന്റെ നേതാവിന്റെ ഉമ്മത്തിന് അല്ലാഹു തആല അരുതായ്മയുടെ പേരിൽ അല്ലെങ്കിൽ തോന്നിവാസം ചെയ്തതിന്റെ പേരിൽ ശിക്ഷകൾ ഇറക്കേണ്ട ഘട്ടങ്ങൾ വന്നിട്ട് പോലും നമുക്ക് അല്ലാഹു മുസീബത്ത് ഇറക്കാതെ, അദാബ് ഇറക്കാതെ നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അവിടുന്ന് ജീവിക്കുന്ന ഭൂമിയിലാണ്, അവിടുന്ന് വഫാത്തായി കിടക്കുന്ന മണ്ണിലാണ് നാം ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. അവിടുത്തെ ജീവിതത്തിനെ ഫോളോ ചെയ്യുന്നത്, അവിടുത്തെ അനുയായികളായി ജീവിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അദാബ് ഇറങ്ങാത്തത്. അതിനിടയിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ വന്നേക്കാം. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ച്, അല്ലാഹുവിൽ ആലോചിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള ശ്രമമാണ് ഓരോരുത്തർക്കും വേണ്ടത്. ഇസ്രാ മിഅ്റാജ് നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ, മനസ്സിന് ദുഃഖം വന്നപ്പോൾ അള്ളാഹു ഏർപ്പാടാക്കിയ ഒരു യാത്രയായിരുന്നു. ലോകത്താരും ഇന്നേ വരെ എത്തിപ്പെടാത്ത, ഒരു മലക്കുകളും എത്താത്ത മഹാനായ അള്ളാഹുവിന്റെ ദർബാറിലെത്തി അള്ളാഹുവിനെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് ആ മഹത്തായ അള്ളാഹുവിൽ നിന്ന് മഹത്തായ നിസ്കാരത്തെ സമ്മാനമായി സ്വീകരിച്ച് നമുക്ക് നന്നാകാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും നമ്മിലേക്ക് എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അത്രയും വലിയ സന്തോഷമുള്ളൊരു ഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. സന്തോഷമുള്ള സമയത്തും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മാലോചിച്ചു പോയി. അള്ളാഹുവിന്റെ മുമ്പിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച സമർപ്പണം അത്തഹിയ്യ